ഹായ് ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം. ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണം കേട്ടോ. വീഡിയോ ഇഷ്ടമാവാൻ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ തന്നെ തീയൊക്കെ ഒന്ന് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചോറിനുള്ള വെള്ള അരിയൊക്കെ അടുപ്പത്തിട്ടിട്ടുണ്ട്. പിന്നെ ഞാനിപ്പോൾ പത്തിരിപ്പൊടി കൊണ്ടാണ് കേട്ടോ പുട്ടുണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ പുട്ടൊക്കെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ കടലക്കറിയും റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഭക്ഷണമൊക്കെ റെഡി ആയതിന് ശേഷം ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനൊന്ന് പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. പുറത്തേക്ക് പോയി വന്നപ്പോൾ സമയം 12 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കറി ഉണ്ടായിരുന്നില്ല, കടലക്കറി കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും തികയില്ല, പിന്നെ വെറും കടല കൂട്ടി കഴിക്കാനും പറ്റില്ല. അപ്പോൾ ഞാൻ എന്ത് വിചാരിച്ച് കുറച്ച് ചെറുപയറൊന്നെടുത്ത് കുക്കറിലിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഒരു തക്കാളി ചെറുതായി അരിഞ്ഞതും പിന്നെ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ചെറിയ ഉള്ളിയില്ലാത്ത ഒരു മീഡിയം സൈസിലുള്ള സവാള ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ മഞ്ഞൾപ്പൊടി കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ സമയത്ത് ക്യാമറ ഒന്ന് ഓഫായിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഞാനിതൊന്ന് നല്ലപോലെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ശേഷം ഞാൻ ഒരു ചട്ടിയാണ് അടുപ്പത്ത് വെച്ചിട്ടുള്ള മൺചട്ടി ഇട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കടുകും കൂടി ചേർത്ത് കൊടുത്തു കേട്ടോ. വെളിച്ചെണ്ണ ചൂടായതിൻ്റെ ശേഷം പിന്നെ അതിലേക്ക് ഞാൻ സവോള ചെറുതായിട്ട് അരിഞ്ഞത് അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 വറ്റൽമുളക് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് എരിവൊക്കെ അത്യാവശ്യം വേണമെന്നുള്ളവരൊക്കെ ഒരു 3-4 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ചെറുപയർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതിൻ്റെ ശേഷം നമുക്ക് ഉപ്പ് കൂടി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് വേറെ ഒന്നും ഇല്ല കേട്ടോ. പിന്നെ പുറത്തേക്ക് നമുക്ക് പോയി വന്ന സാധാരണ ഒന്നും ചെയ്യാനൊരു ഉഷാറുണ്ടാവില്ല. അപ്പോൾ പോണ സമയത്ത് തന്നെ എല്ലാ പണികളും തീർത്ത് വയ്ക്കുകയാണെങ്കിൽ അത്രയും സമാധാനമായിരിക്കും. ഞാൻ സാധാരണ അങ്ങനെ ചെയ്യാറ് കേട്ടോ. പക്ഷേ ഇന്ന് കുറച്ച് തിരക്കുണ്ടായിരുന്നു, പെട്ടെന്നായിരുന്നു കേട്ടോ കോൾ വന്ന് പോകാനായിട്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ഒന്നും റെഡിയാക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞാൻ ഒരു ചനച്ച മാങ്ങ ഉണ്ടായിരുന്നു കേട്ടോ, 2 എണ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് മുറിച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും ഉപ്പും മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചോറിൻ്റെ കൂടെയൊക്കെ ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ചനച്ച മാങ്ങ ചെയ്യുമ്പോഴാണ് കേട്ടോ ഏറ്റവും ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ അങ്ങനെ അതൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ഇഷ്ടമാവാൻ ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.